ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസംബറിൽ വരാനിരിക്കുന്ന 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള 50 ഡേ ടൈം ടേബിളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ റിവിഷൻ ഡേ ആണ്. അപ്പോൾ നമ്മളൊരു 5 ആഴ്ച കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 5 ആഴ്ചയിലായിട്ട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും അതുപോലെ തന്നെ കേരളം, ഭരണഘടന എന്നിവയിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുന്നിലൊരു 2-3 ആഴ്ച കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ടും തീർക്കും. അപ്പോൾ എക്സാമിന് മുന്നേ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യാം. ഇതുവരെ ചെയ്ത വീഡിയോസിൻ്റെ എല്ലാം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ടെലഗ്രാമിൽ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പോൾസും ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമ്മൾ ഈ ആഴ്ച കവർ ചെയ്തത്. നാച്ചുറൽ സയൻസിൽ നിന്നുള്ള ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യകാർഷിക വിളകൾ. കേരളം ഇതോടുകൂടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, മത്സ്യബന്ധനം, കായികരംഗം ഇതൊക്കെ കംപ്ലീറ്റ് ആക്കി. ഇന്ത്യയെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളുടെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണക്കിൽ നിന്ന് ഇത്രയും PYQs നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കണക്കൊഴിച്ച് ബാക്കിയുള്ള 3 ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് മോക്ക് ടെസ്റ്റിലുള്ളത്. എങ്കിലും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് 4ഓളം PYQs കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വന്യജീവി സങ്കേതത്തെ പറ്റിയിട്ടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സെഞ്ച്വറി എന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേരാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആരാധനാലയം മംഗളാദേവി ക്ഷേത്രമാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇതിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പോൾ ഇതിൽ Aയും Bയും Cയും ശരിയായ പ്രസ്താവനകളാണ്. D ആണ് തെറ്റായ പ്രസ്താവന. എന്താണ്? തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാ? പെരിയാർ തന്നെയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ല, അത് വയനാട് വന്യജീവി സങ്കേതമാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ തന്നെയാണ്. ഇനി ഇതിലൊരു തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ട വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇതിൽ Bയും Cയും Dയും ശരിയായ പ്രസ്താവനകളാണ്. A തെറ്റാണ്. എന്താണ്? തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ പേരാണ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതം. ഇനി ഇതിലൊരു തെറ്റായിട്ടുള്ളതാ ചോദിച്ചിട്ടുള്ളത്. ചാമ്പൽ, മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമായ ആറളം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അപ്പോൾ ഇതിലേതാ ശരി? Aയും Bയും Cയും ശരിയാണ്. D ആണ് തെറ്റായ പ്രസ്താവന. എന്താണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം. പക്ഷെ അത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് അല്ല. എവിടെയാണ്? കണ്ണൂരാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ 3 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര 12 ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ 4 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഇടുന്നത്. ആ 4 എണ്ണം എന്താ? PYQ. അപ്പോൾ 3 മോക്ക് ടെസ്റ്റിലെ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 12 PYQs ആണ് കിട്ടുന്നത്. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി ചേരുംപടി ചേർക്കാനാണ്. പെരിയാർ ഓരോന്നിൻ്റെയും വർഷമാണ്. അപ്പോൾ ഈ കുറിഞ്ഞിമല ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ് 1950 വയനാട് 1973 കുറിഞ്ഞിമല 2006. ചിമ്മിനി എവിടെയാണ്? തൃശ്ശൂരാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. 1984. ചിന്നാർ 1984 തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുക. കുറിഞ്ഞിമല എവിടെയാണ്? ഇടുക്കിയിലാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ A3 എന്ന് പറയുന്ന ഈ ഓപ്ഷൻ C ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപ്പാദന ശേഷി 750 മെഗാവാട്ടാണ്. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ഇതിൽ Aയും Bയും Cയും ശരിയായ പ്രസ്താവനകളാണ്. D ആണ് തെറ്റായ പ്രസ്താവന. എന്താ? ശബരിഗിരി പദ്ധതി കോഴിക്കോടല്ല. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ടയിലാണ് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന.
ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി പെരിയാറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കിയിലാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഇതിൽ തെറ്റ് ഏതാണ്? എ ശരിയാണ്, സിയും ഡിയും ശരിയാണ്, ബി ആണ് തെറ്റ്. എന്താണ്? ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഏതിലാ? ഭാരതപ്പുഴയിലാണ്. ഭാരതപ്പുഴയിലാണ്. പെരിയാറിലുള്ളത് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളാണ് പെരിയാറിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇനി അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ജലസേചന പദ്ധതി ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? പാലക്കാടുമാണ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ക്ലാസ് കണ്ടവർക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കുക. എന്താണ്? ഈ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പള്ളിവാസൽ ചോദിച്ചിട്ടുള്ളതാണ്. ഏത്? 1940 ചെങ്കുളം രണ്ടാമത്തെയാണ് 1954. ഇടുക്കി 1975. കുറ്റ്യാടി എവിടെയാണ്? 1972. മലബാറിലെ ആദ്യത്തെയാണ് കുറ്റ്യാടി. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ A3 എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാ? മണിയാറാണ്. ഇതെല്ലാം സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത പദ്ധതികളാണ്. ആദ്യത്തേത് മണിയാർ. ഏറ്റവും വലുത് ഏതാ? കുത്തുങ്കലാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണ്? മിസ് കേരളയാണ്. മിസ് കേരള. ചേരുംപടി ചേർക്കാനാണ്. മത്സ്യഫെഡ് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. മത്സ്യഫെഡ് നിലവിൽ വന്നത് എന്നാണ്? 1984 തിരുവനന്തപുരമാണ് അതിൻ്റെ ആസ്ഥാനം. കേരള ഫിഷറീസ് കോർപ്പറേഷൻ എറണാകുളമാണ്. 1966. സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ്ഥാനം എവിടെയാണ്? വികാസ് ഭവൻ. 1956 വികാസ് ഭവനിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മത്സ്യഫെഡ് A3 എന്നുള്ള ഓപ്ഷൻ ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ചേരുംപടി ചേർക്കാൻ തന്നെയാണ്. വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖം എവിടെയാണെന്നാണ് ചോദിക്കണത്. എവിടെയാണ് വിഴിഞ്ഞം? തിരുവനന്തപുരത്താണ്. എല്ലാവർക്കും അറിയാം. നീണ്ടകര എപ്പോഴും ചോദിക്കുന്നതാണ്. കൊല്ലത്താണ്. ചേറ്റുവ ചോദിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂരാണ്. പൊന്നാനി എവിടെയാണ്? മലപ്പുറത്താണ്. അപ്പോൾ A2 എന്നുള്ളതാണ്. A2 അതുപോലെ D3യുമാണ് വരുന്നത് അല്ലേ? D3യുമാണ് A2 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. B4 ആണ്. അതുപോലെ C1 ആണ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. യു വിമൽകുമാർ, അതായത് ഇപ്പോൾ ഓരോ സ്പോർട്സ് താരങ്ങളെ അവരുടെ ഇനങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ഏതാ? നമുക്ക് ദീപിക പള്ളിക്കലിന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഏതാ? സ്ക്വാഷ് ആണ്. യു വിമൽകുമാർ ബാഡ്മിൻ്റൺ ആണ്. സാജൻ പ്രകാശ് നീന്തലാണ്. അഞ്ജു ബോബി ജോർജ് ലോങ് ജമ്പുമാണ്. അപ്പോൾ A2B1 ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ വനിത. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ വനിത ഏതാണ്? PT ഉഷയാണ് ആദ്യ മലയാളി വനിത. ഇനി ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി അല്ലെങ്കിൽ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഇങ്ങനെ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഇതിലേതാ? ശ്രീലങ്കയുണ്ട്, മാലദ്വീപ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്. ചൈനയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. ഇനി ചേരുംപടി ചേർക്കാനാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോളാണ്. തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. പടിഞ്ഞാറേ അറ്റം ഗുഹാർ മൂർത്തി. കിഴക്കേ അറ്റം ഏതാണ്? കിബിത്തു ആണ്. അതായത് A3 B1 C4 D2 ഇതാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എന്താണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമാണ് 5.5 മണിക്കൂർ മുന്നിലുള്ളത്. ഓക്കെ, ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാ? ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത്. ബാക്കിയൊക്കെ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഇനി ചേരുംപടി ചേർക്കാനാണ്. ജീവകം A, അതായത് ജീവകങ്ങളോ അതിൻ്റെ അപര്യാപ്തത രോഗങ്ങളോ തന്നിട്ടുള്ളത്. ജീവകം Aയുടെ കുറവ് മൂലം നിശാന്തത. K ആണെങ്കിൽ ഹീമോഫീലിയ. D ആണെങ്കിൽ ഏതാ? റിക്കറ്റ്സ് അഥവാ കണ. E ആണെങ്കിൽ വന്ധ്യത. അപ്പോൾ എന്താണ്? A3B4 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. യുവത്വ ഹോർമോൺ അല്ലെങ്കിൽ യുവത്വ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നത്.
ഇനി ചേരുംപടി ചേർക്കാനാണ് ഓരോ ജീവകങ്ങളും അതിൻ്റെ പേരുകളുമാണ് കൊടുത്തിട്ടുള്ളത്. B1 എന്തെന്നറിയപ്പെടുന്നത് തയാമിൻ എന്നാണ്. B7 ബയോട്ടിൻ, അതേപോലെ B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലമിൻ. അതായത് A4ഉം B1ഉം. A4 B1 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ഏതാണ്? പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്തത് ജീവകം D ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം D ആണ്. ഇനി ചേരുംപടി ചേർക്കാനാണ് രോഗങ്ങളും അതുണ്ടാക്കുന്ന ബാക്ടീരിയകളുമാണ് കൊടുത്തിട്ടുള്ളത്. കോളറ, അപ്പോൾ പേരിൽ നിന്ന് തന്നെയുണ്ട് വിബ്രിയോ കോളറ. കുഷ്ഠം ഏതാണ്? മൈക്രോബാക്ടീരിയം ലെപ്രേ. സിഫിലിസ് ട്രിപ്പോണിമ പല്ലിടം. ക്ഷയം ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പോൾ A2 ആണ്, B4 ആണ്. A2 B4 ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി വൈറസ് രോഗങ്ങൾ അല്ലാത്തത്, ഈ തന്നിട്ടുള്ള ജോഡികളിൽ വൈറസ് രോഗങ്ങൾ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജലദോഷം വൈറസാണ് നമുക്കറിയാം. സാൾസ് വൈറസാണ്. മുണ്ടിനീര്, ജപ്പാൻ ജ്വരമൊക്കെ വൈറസാണ്. അപ്പോൾ ഏതാണ് ഇതിലെ ആൻസർ? ഓപ്ഷൻ D ആണ്, ഗൊണേറിയ ക്ഷയം. ഇത് ബാക്ടീരിയ രോഗങ്ങളാണ്. ഇനി വിഷൂജിക എന്നറിയപ്പെടുന്ന രോഗം ഏതാ? വിഷൂജിക, ബ്ലൂ ഡെത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത് കോളറയാണ്. കോളറ. മന്ത് പരത്തുന്ന കൊതുകുകൾ ഏത് കൊതുകുകൾ മൂലമാണ് മന്ത് പരത്തുന്നത്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. മലമ്പനി പരത്തുന്നതാണ് അനോഫിലിസ്. ചിക്കൻ ഗുനിയ ഒക്കെ പരത്തുന്നതാണ് ഈഡിസ് ഈജിപ്തി. ഇനി ചേരുംപടി ചേർക്കാനാണ് തക്കാളിയുടെ സങ്കരയിനം ഇതിലേതാണ്? തക്കാളി അക്ഷയ തന്നെയാണ്. വഴുതന ശ്വേത, വെണ്ടയ്ക്ക കിരൺ, മുളക് അനുഗ്രഹ. അതായത് A1 ആണ്. A1 B3 C4 ആണ്. ഓക്കെ, C4ഉം D2 ഓപ്ഷൻ A ആണ് ശരിയായിട്ട് വരുന്നത്. ഇനി കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്നത് എവിടെയാ? കാസർഗോഡാണ്. കാസർഗോഡ്. മിൽമ സ്ഥാപിതമായിട്ടുള്ള വർഷം ചോദിച്ചിട്ടുള്ളതാണ്. മിൽമ സ്ഥാപിതമായിട്ടുള്ളത് 1980ലാണ്. 1980. ഇനി ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ എല്ലാതും പറഞ്ഞിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാല ഇതൊക്കെ അതെല്ലാം പഠിക്കണം. അതുപോലെ തന്നെ കിഴങ്ങുവിള അതൊക്കെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഇത് റിപ്പീറ്റഡായി ചോദിച്ചിട്ടുള്ളതാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കോഴിക്കോടാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. കാർഷിക സർവകലാശാല മണ്ണുത്തി അതൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ കിഴങ്ങുവിള, തോട്ടവിള അതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൽ അതൊക്കെ നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ 30 ക്വസ്റ്റ്യൻസ്, അപ്പോൾ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ 30 അല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ളതാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ PYQs ആണ്. അപ്പോൾ എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്